ബാക്ക് ടു നെസ്ഫ വ്ളോഗ്സ്. അപ്പം നിങ്ങളിപ്പോൾ ചിന്തിക്കുകയായിരിക്കും എന്താണ് ഇവിടെ വറ്റൽ മുളകൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ ഇട്ട് എണ്ണയിലൊക്കെ ഇട്ടാക്കുന്നു, എന്താണ് സംഭവം എന്നല്ലേ ആലോചിക്കുന്നത്. യെസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എന്താണ് ഞാൻ ഈ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്ത് വറ്റൽ മുളകിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഞാൻ ചൂടാക്കി എടുത്തു, ഇത് രണ്ടാമത്തെ സെറ്റാണ് ഇപ്പോൾ ചൂടാക്കുന്നത്. അപ്പം എൻ്റെ ഒരു കൈക്ക് ഒരു 2 പിടി വറ്റൽ മുളകാണ് കേട്ടോ ഞാൻ എടുത്തത്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ എടുക്കാം. എരിവ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ഇച്ചിരി കൂടി കുറച്ചെടുക്കാം കേട്ടോ. പക്ഷേ ഇത്രയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. കാരണം ഇതൊന്നും ഒത്തിരി എരിവ് കൂടുതലുള്ള പരുവമല്ല, ഒരു കറക്റ്റ് എരിവിൻ്റെ പരുവത്തിനാണ് ഞാനിപ്പോൾ ഇവിടെ വറ്റൽ മുളക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് ചൂടാക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ, ഇത് മിക്സിയിലിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഓക്കെ, നല്ലതായിട്ട് മീൻസ് ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്, അല്ലാതെ അങ്ങ് നല്ല ഇതായി പോകരുത് കേട്ടോ. ഈ ഒരു പരുവമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. സോ ഇതിപ്പോൾ ആദ്യം ഞാൻ ഒരു പിടി ഇട്ട് പൊടിച്ചെടുത്തതാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്നെടുത്ത് ജസ്റ്റ് മാറ്റി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത് നമുക്ക് ലാസ്റ്റിലത്തേക്ക് വളരെയധികം അത്യാവശ്യമായിരിക്കും. സോ അപ്പോൾ നമ്മളതെടുത്ത് മാറ്റി വെച്ചു. ഇനി രണ്ടാമത്തെ സെറ്റ് വീണ്ടും ഞാനെടുത്ത് പൊടിക്കാനായിട്ട് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ഇത്രയും പോരാ, കുറച്ചും കൂടി വേണവേ. സോ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളകെടുത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് എടുത്തു. ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ഒന്ന് വരുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിനി എടുക്കാം കേട്ടോ. എന്നിട്ട് ആ ചൂടങ്ങ് വിട്ടുമാറിയതിന് ശേഷം നമുക്ക് നേരെ ഇട്ട് പൊടിച്ചങ്ങ് എടുക്കാം. അധികം ചൂടാക്കാനായിട്ട് പോകണ്ട, ഒരു ചെറിയൊരു ചൂട്, ആ തണുപ്പൊന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അതെന്ന് വെച്ചാൽ മുളകൊന്ന് തണുത്തല്ലേ കിടക്കണേ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഒന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെച്ചു, പെട്ടെന്ന് തന്നെ അങ്ങ് ഇതായിക്കോളൂ കേട്ടോ. എന്നിട്ട് വീണ്ടും അതൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ എന്ന് പറയുന്ന ആ അളവെന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ആവശ്യമായിട്ടുള്ള മുളകാണ് നമുക്ക് വേണ്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 കൈപ്പിടിക്കുള്ള മുളക് വേണ്ടി വരും എന്നുള്ളത്. സോ അപ്പോൾ ഞാൻ മുളകെടുത്ത് നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യണം, ഇതൊന്ന് പൊടിച്ചെടുക്കണവേ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ വെച്ചിരുന്നത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് നമ്മുടെ ചിക്കനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴുണ്ടല്ലോ ഈ പൊടിച്ചെടുക്കുന്ന പരുവം നിങ്ങൾ കണ്ടല്ലോ, ഈ ഒരു പരുവമായിരിക്കണം കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. സോ ഈ ഒരു കറക്റ്റ് പരുവത്തിൽ വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരെ ഇത് ചിക്കനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനെ നമ്മളൊന്ന് ഒരുക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. സോ നമ്മൾ ആദ്യം ഈ ചിക്കൻ ഇതിനകത്തോട്ട് നമ്മൾ ഈ മുളക് പൊടിച്ചത് ചേർത്തു. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർക്കുന്നു. അതിനുശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിനാവശ്യമായ എല്ലാ പൊടികളും ചേർത്തുണ്ടോ. ചിക്കൻ മസാല തന്നെയാണ് കേട്ടോ ഈ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കേണ്ടുള്ളത്, ഈ ഒരു സ്പൂൺ അളവിന്. അങ്ങനെ നമ്മൾ നമ്മുടെ ചിക്കൻ ഒരുക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാര്യം കൂടി ചേർക്കണം, നമ്മുടെ നാരങ്ങ നീരും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ കൈ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കന് അരപ്പൊക്കെ ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നല്ല സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചിക്കൻ മിക്സായി നല്ല സുന്ദരിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യം പൊടിച്ച പൊടിയാണേ. ഈ പൊടി നമുക്ക് ലാസ്റ്റ് ചേർക്കാനാണ്. അതായത് ഇതെല്ലാം ചിക്കനെല്ലാം വെന്തൊരു പരുവായി വരുന്ന ടൈമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി മിക്സ് ചെയ്തതുണ്ടല്ലോ, ഇതൊരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour ഒക്കെ വെച്ചിട്ട് നമ്മൾ പിന്നീട് പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ഈ അരപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ 1/2 hour 1 hour ഒന്നും മാറ്റി വയ്ക്കാനൊന്നും ടൈമില്ല കേട്ടോ. ഈ പറഞ്ഞ കണക്ക് രാവിലെ എഴുന്നേറ്റ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നും വെക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ലാന്നേ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വെക്കുന്നില്ല, നേരെ ഞാനങ്ങ് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കാൻ സമയമുള്ളവർ തീർച്ചയായിട്ടും മാറ്റി വെച്ചിട്ട് തന്നെ ചെയ്യണമേ. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്യൽ പരിപാടി അങ്ങോട്ടങ്ങ് നടത്താം അല്ലേ. സോ അപ്പം നമുക്ക് നേരെ നമ്മുടെ പാത്രമൊക്കെ എടുത്ത് വെച്ച് അതിനകത്തോട്ട് എണ്ണയൊക്കെ എടുത്ത് ഒഴിക്കാവേ.
അങ്ങനെ ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ച് എണ്ണയൊക്കെ എടുത്ത് ഒഴിച്ചു. ഇനി അതിലേക്ക് ഞാൻ ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ചിക്കൻ്റെ പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ ചിക്കനും എടുത്ത് പിറക്കി നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മളുടെ അരപ്പിൻ്റെ ഇച്ചിരി ബാലൻസ് ഇരിപ്പുണ്ട്, അതും കൂടി എടുത്ത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതാ നമ്മുടെ ഇത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷമുള്ള പരുവാണിത്. ഇനി ഇത് നമ്മൾ ഒന്ന് അടച്ച് വെച്ചേക്ക്. ഒരു 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിക്കും. അതായത് ഈ ചിക്കനിൽ നിൽക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങിയിട്ട് നമുക്ക് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുന്നത്. തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഓക്കെ, ഇനി ഇടയ്ക്ക് അതേപോലെ ഒന്ന് തുറന്ന് നോക്കി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വീണ്ടും ഇച്ചിരി നേരത്തേക്ക് അടച്ച് വയ്ക്കുക. ഓക്കെ, ഇനി അതിന് ശേഷം നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴുള്ള ഒരു പരുവാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചിക്കനൊക്കെ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഒരു മുളക് പൊടിച്ചത് നമ്മൾ വീണ്ടും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എരിവ് ഇത് പാകത്തിനുള്ള എരിവായതുകൊണ്ട് തന്നെ ഞാനത് മൊത്തം ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതായിട്ട് എരിവ് കുറവ് വേണ്ടുള്ളവർ ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യണത്. ഇനി തീ കൂട്ടി വെക്കണം, കാരണം തീ കൂട്ടി വെച്ചാൽ നിൽക്കുന്ന വെള്ളം നല്ലതായിട്ട് വറ്റത്തുള്ളൂ. വെള്ളം എണ്ണയും കൂടി കിടക്കുന്നതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. സോ അപ്പോൾ തീ കൂട്ടി വെക്കുന്നതിനകത്ത് ഈ വെള്ളം നല്ലതായിട്ട് വറ്റി വരും. അതിനുശേഷം വെള്ളം ഇപ്പോൾ ഒരുവിധം നല്ലതായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ എണ്ണയുടെ ഒരു പോർഷനാണുള്ളത്. ഇനി നമ്മൾ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണവേ. കാരണം തീ കുറച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളകുണ്ടല്ലോ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒന്ന് തീ കുറച്ച് കൊടുക്കാനായിട്ട് പോവുകയാണേ. അപ്പോൾ നമ്മൾ തീയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇനി ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയെ. സോ എന്നിട്ട് കണ്ടോ നല്ല വെള്ളമൊക്കെ വറ്റി നല്ല പരുവാണിപ്പം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിച്ച് കളയും. ഇപ്പോൾ ഒരു കറക്റ്റ് പാകമായിട്ട് വരുന്നുണ്ട്. കണ്ടോ, നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊട്ടുന്നതും ചിറ്റുന്നതും സൗണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് അപ്പോഴത്തേക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലാക്കിക്കോണം കറക്റ്റ് പരുവായി എന്നുള്ളത്. കണ്ടോ, ഏതാണ്ട് നമ്മുടേത് നല്ല രീതിയിൽ പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ്റെ നിറമെല്ലാം മാറി നല്ല മുളക് പൊട്ടുന്ന സൗണ്ടൊക്കെ ആയി. അപ്പം നല്ല അടിപൊളി പാകമായിട്ട് പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് ഒരു ബൗളിലോട്ട് മാറ്റിയാൽ മതി. അപ്പം എടുത്തു പറയുന്നൊരു കാര്യം, അവരവരുടെ എരിവിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് വേണം മുളകിൻ്റെ ഇത് ചേർക്കാനായിട്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് കുഞ്ഞി കോഴിയാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ചെറിയ കോഴിയെ, എൻ്റെ കയ്യിൽ കുറച്ചും കൂടി വലിയ കോഴിയുടെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ കോഴിയുടെ പീസാണെങ്കിൽ കുറേ കൂടി നന്നായിരിക്കും. സോ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.